സുജി കുഴുമ്പിലാണ്. പുതിയ പുട്ടപ്പർത്തിയിലെ വിശേഷങ്ങളുടെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സായിബാബയുടെ പുട്ടപ്പർത്തിയിലെ ആശ്രമത്തിലേക്ക് പോകുന്ന കവാടത്തിൻ്റെ മുൻവശം. അവിടെ ചെന്നൊന്ന് കുളിക്കണം, ഫ്രഷാകണം. അത് ഊണ് കഴിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വലിയ ഹാളിലേക്ക് നൂറുകണക്കിന് സത്യസായിബാബയുടെ മനോഹരമായ ഒരു ചിത്രം. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് പുട്ടപ്പർത്തിയിലുള്ള സായിബാബയുടെ ആശ്രമ പരിസരമാണ്. ആശ്രമവും അവിടുത്തെ മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പല ഭാഗങ്ങളുടെയും വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട് ഈ സത്യസായിബാബയുടെ പുട്ടപ്പർത്തിയിലെ ആശ്രമത്തിൽ. അപ്പോൾ എടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ സായിബാബയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. സായിബാബയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം 8 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ പുട്ടപ്പർത്തി എന്ന് പറയുന്ന ആത്മീയ പട്ടണത്തിലെത്തുക. പുട്ടപ്പർത്തിയിലെ സായിബാബയുടെ ആശ്രമം കാണുവാൻ പോകുന്ന ഈ വീഡിയോ ആരംഭിക്കുന്നത് പുട്ടപ്പർത്തിയിലെ ഈ സായി നിലയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇതാണ് പുട്ടപ്പർത്തിയിലെ സായി നിലയം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും 8 കിലോമീറ്ററാണ് സായിബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന പുട്ടപ്പർത്തിയിലേക്ക്. അങ്ങനെ ഈ കവാടവും കടന്ന് നമ്മൾ പുട്ടപ്പർത്തി എന്ന സായിബാബയുടെ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. 8 കിലോമീറ്ററോളം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് പുട്ടപ്പർത്തി എന്ന പട്ടണത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഈ കവാടവും കടന്നാണ് പുട്ടപ്പർത്തി എന്ന പട്ടണത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. പുട്ടപ്പർത്തി എന്ന പട്ടണത്തിൽ ബസ്സിറങ്ങി അല്പം മുമ്പോട്ട് നടക്കുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച, പുട്ടപ്പർത്തിയുടെ പട്ടണത്തിൻ്റെ കാഴ്ചകൾ. ഈ കാഴ്ചകളും കണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ സായിബാബയുടെ ആശ്രമത്തിൻ്റെ കവാടത്തിന് അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് സായിബാബയുടെ പുട്ടപ്പർത്തിയിലെ ആശ്രമത്തിലേക്ക് പോകുന്ന കവാടത്തിൻ്റെ മുൻവശം. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കവാടം തന്നെയാണ് പുട്ടപ്പർത്തിയിലെ ഈ സായിബാബയുടെ ആശ്രമത്തിന് മുമ്പിലേക്കുള്ള കവാടം. ഈ കവാടവും കടന്ന് നമ്മൾ ആശ്രമത്തിലെ കാഴ്ചകളും ആശ്രമത്തിലെ ഒരു ദിവസത്തെ സന്ദർശനമൊക്കെ നടത്തുകയാണ്. ആശ്രമ കവാടവും കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. വലിയൊരു ആൽമരം, അത് സത്യസായിബാബ നട്ടതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് അകത്തേക്ക് കടക്കുമ്പോഴുള്ള ആദ്യ കാഴ്ചകൾ. സായിബാബയുടെ വലിയ ചിത്രങ്ങൾ. ധാരാളം ആളുകൾ ഇവിടെ സന്ദർശനത്തിനായും മറ്റ് ഉപവാസത്തിനായുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടവും കടന്ന് അല്പം മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഇന്നൊരു ദിവസം ഈ സത്യസായിബാബയുടെ ആശ്രമത്തിൽ തങ്ങുന്നുണ്ട്. അപ്പോൾ അക്കോമഡേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന പ്രദേശം കുറച്ച് മാറിയാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്നു. ധാരാളം ആളുകൾ ആശ്രമത്തിൽ മാസങ്ങളോളം വന്ന് താമസിക്കുന്നവർ, ഹ്രസ്വ സന്ദർശനത്തിന് വന്നവർ, അവർക്കെല്ലാമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഏകദേശം 10,000-ലധികം ആളുകളാണ് ഇവിടെ വസിക്കുന്നത്. ഇതാണ് അക്കോമഡേഷൻ ഓഫീസ്. ഇവിടെ നിന്നും റൂമിന് ശ്രമിച്ചെങ്കിലും പക്ഷേ ഡോർമെട്രി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് ഡോർമെട്രിയാണ് കിട്ടിയത്. 40 രൂപ ചാർജ് കൊടുത്താണ് ഒരു ദിവസത്തേക്ക് നമ്മൾ ഡോർമെട്രിയിൽ താമസിക്കുക. അപ്പോൾ ഡോർമെട്രി തേടി ചെന്ന് അവിടെ ചെന്നൊന്ന് കുളിക്കണം, ഫ്രഷാകണം. അതിനുശേഷം വീണ്ടും പുറത്തേക്കൊക്കെ ഒന്ന് എനിക്കിറങ്ങണം. അപ്പോൾ ഡോർമെട്രിയും തേടി നടക്കുമ്പോൾ നിരവധി ഡോർമെട്രി സംവിധാനങ്ങൾ ഉള്ള കെട്ടിടങ്ങളൊക്കെ കടന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഞാൻ കാൽനടയായി സഞ്ചരിച്ച് കഴിഞ്ഞാണ് എനിക്ക് താമസിക്കേണ്ട ആ കെട്ടിട സമുച്ചയത്തിലേക്ക് എത്തുക. ധാരാളം ആളുകൾ സത്യസായിബാബയുടെ ഈ ആശ്രമത്തിൽ ഉപവാസത്തിനും സന്ദർശനത്തിനും പ്രാർത്ഥനകൾക്കുമായി എത്തിച്ചേരുന്നത് കാണാം. നിരവധി കെട്ടിട സമുച്ചയങ്ങൾ. ഇത് മുഴുവൻ ആളുകൾ താമസിക്കുന്നതിന് വേണ്ടിയാണ്. റൂമുകളായിട്ടുള്ളത് അങ്ങനെയുണ്ട്, ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം വേറെയുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നൂറുകണക്കിന് കെട്ടിട സമുച്ചയങ്ങളാണ് ഇവിടെയുള്ളത്. അങ്ങനെ എനിക്ക് താമസിക്കാനുള്ള ഇടമുള്ള സ്ഥലത്തേക്ക് ഞാനിവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പ്രദേശത്താണ് A8 എന്ന കെട്ടിടത്തിലാണ്
എനിക്ക് താമസിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ആ വലിയ ഹാളിൽ ഏർപ്പെടുത്തിയ താമസ സൗകര്യത്തിലേക്ക്, ഡോർമെട്രി സൗകര്യത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഡോർമെട്രിയുടെ കാഴ്ചകൾ. ഒരു ഡോർമെട്രിയിൽ തന്നെ ഏകദേശം 200 പേർക്കോളം കഴിയാനുള്ള സൗകര്യമുണ്ട്. ഒന്ന് കുളിക്കണം, കുളിച്ചു കഴിഞ്ഞ് പുറത്തേക്കൊക്കെയുള്ള കാഴ്ചകൾ കാണണം. ഒന്ന് കുളിച്ച് ഫ്രഷായതിന് ശേഷം ഞാൻ ഡോർമെട്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അല്പദൂരം അവിടെ ഇവിടേക്ക് ഒന്ന് നടക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ആശ്രമത്തിലെ പരിസരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വീക്ഷിക്കണം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇവിടെ നിരവധി ക്ഷേത്രങ്ങൾ ആശ്രമ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട്. കൂടുതലും ദേവീക്ഷേത്രങ്ങളാണ്. അവിടെ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അതിൻ്റെ കാഴ്ചകൾ. മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളാണ്. ഇതെല്ലാം ഇവിടെ സന്ദർശിക്കുന്നവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉള്ള കെട്ടിട കോംപ്ലക്സുകളാണ്. ഇവിടെ ഒന്നും സൗജന്യമായി താമസ സൗകര്യമോ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എല്ലാത്തിനും പണം കൊടുക്കണം. പണം എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്ന പോലെ അതിൻ്റെ 1/10 ഇവിടെ ആകുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ കെട്ടിട സമുച്ചയ വീതികളിലൂടെ എല്ലാം ഇങ്ങനെ നടന്ന് എനിക്കൊന്ന് പുറത്തെ പുട്ടപ്പർത്തിയുടെ കാഴ്ചകളൊന്ന് കാണണം. അതുകൊണ്ട് ഞാൻ പുട്ടപ്പർത്തി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. ഇതാണ് പുട്ടപ്പർത്തിയിലെ പട്ടണ കാഴ്ചകൾ. കുറച്ച് പട്ടണ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. എവിടെ നോക്കിയാലും സത്യസായി ബാബയുടെ ചിത്രങ്ങൾ, ഫ്ലെക്സുകൾ എല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഇതാണ് പുട്ടപ്പർത്തി എന്ന പട്ടണത്തിലെ തെരുവ് കാഴ്ചകൾ. സത്യസായി ബാബയെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് പരിശോധിക്കാം. 1926 സത്യസായി ബാബയുടെ ജനനം. സത്യനാരായണ രാജു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ പേര്. 2011 സത്യസായി ബാബ 84 വയസ്സിൽ അന്തരിക്കുന്നത്. സത്യസായി ബാബയുടെ ഇതുപോലുള്ള ചിത്രങ്ങൾ എല്ലാം കടന്ന് നമ്മൾ ഈ പുട്ടപ്പർത്തി പട്ടണത്തിലെ ഒരു സത്യസായി ബാബയുടെ നിരവധി ചിത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി. ഇങ്ങനെയുള്ള നിരവധി കടകൾ ഈ പുട്ടപ്പർത്തിയിലുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പുട്ടപ്പർത്തി യാത്രയും പുട്ടപ്പർത്തിയിലെ കാഴ്ചകളും. തീർച്ചയായും ഈ പുട്ടപ്പർത്തിയിലേക്ക് നിങ്ങൾക്കും വരാവുന്നതാണ്. ഞാനങ്ങനെ വീണ്ടും അകത്തേക്ക് കയറാൻ കവാടത്തിൻ്റെ മുന്നിലെത്തി. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അകത്ത് കയറുമ്പോൾ എല്ലാവിധത്തിലുള്ള പരിശോധനയും വീണ്ടും നടത്തും. കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ആശ്രമത്തിലേക്ക് ആളുകളെ കയറ്റിവിടുക. ഏതായാലും വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തേക്കാണ് എൻ്റെ നടത്തം. ഇതാണ് ക്യാൻറ്റീൻ. ഇവിടെ 15 രൂപ കൊടുത്ത് ഭക്ഷണം കഴിക്കുവാനുള്ള ടോക്കൺ എടുക്കണം. സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ, അതായത് ദക്ഷിണേന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലമാണ്. അങ്ങോട്ട് നടക്കുകയാണിപ്പോൾ. ഒരു ഊണിന് ഇവിടെ 15 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഊണ് കഴിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വലിയ ഹാളിലേക്ക് 100 കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉള്ള സ്ഥലത്തേക്ക് ഞാൻ കടന്നു. വളരെ സുന്ദരമായ കാഴ്ച. ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. തുച്ഛമായ തുകയ്ക്ക്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തുച്ഛമായ 15 രൂപയ്ക്കാണ്. പുറത്തിവിടെ 100 രൂപയോളമാണ് ഒരു ഊണിൻ്റെ വില. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സീറ്റിലേക്ക്. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇന്ന് രാത്രി ഇവിടെ തങ്ങുകയാണ്. സുഖമായൊന്ന് ഉറങ്ങാം. ഇനി നാളത്തെ കാഴ്ചകൾ. അങ്ങനെ രാവിലെ കുളിച്ച് ഫ്രഷായി ആശ്രമത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി അതിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ആശ്രമത്തിൽ ഇപ്പോൾ ഗാനാർച്ചനയൊക്കെ നടക്കുകയാണ്. ആശ്രമത്തിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വലതുവശത്ത് കാണുന്നതാണ് ആശ്രമം. ഇതൊക്കെയാണ് ആശ്രമത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ദൃശ്യങ്ങൾ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സത്യസായി ബാബയുടെ സ്മൃതി മണ്ഡപം. അതായത് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ്. അങ്ങോട്ട് പ്രവേശിക്കാൻ നിരവധി ക്യൂ എല്ലാം നിന്നിട്ട് വേണം പ്രവേശിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നില്ല.
ഇത് ആണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വലിയൊരു മണ്ഡപമാണ്. ഇവിടെ സത്യസായി ബാബ ഭക്തന്മാരുമായി ഒരുമിച്ച് ചേർന്ന് ഗാനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ അത്രയും കണ്ട കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി ഞാൻ പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ ഈ ആശ്രമ പരിസരത്തെ കാഴ്ചകളൊക്കെ കണ്ട് വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് പുറത്തേക്ക് പുട്ടപ്പർത്തിയിലെ ഈ ആശ്രമത്തിൻ്റെ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യസായി ബാബയുടെ മനോഹരമായ ഒരു ചിത്രം. പുട്ടപ്പർത്തിയിലെ സായിബാബയുടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചു. അപ്പോൾ താമസിച്ചതിന് ശേഷം പിറ്റേന്ന് ഞാൻ ഈ സായിബാബയുടെ ആശ്രമത്തിൽ നിന്നും പോവുകയാണ്. അപ്പോൾ ഈ സായിബാബയുടെ ആശ്രമവും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം.